ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി പച്ചപ്പട്ടാണി അഥവാ ഗ്രീൻ പീസ് എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ ഗ്രേവിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ തലേ ദിവസം തന്നെ പച്ചപ്പട്ടാണി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു കടായി അടുപ്പിലേക്ക് വെച്ചിട്ട് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 3 സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. മീഡിയം സൈസ് 3 സവാള ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ നല്ലപോലെ പച്ചമണം പോകുന്നവരെ ഇളക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂണ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ്, അതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുത്തതാണ്. അതുകൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് നടുവായി കീറിയിട്ടതാണ്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ പച്ചപ്പട്ടാണി വേവിച്ച് വെച്ചില്ലേ, അതൊന്ന് കുറച്ച് പച്ചപ്പട്ടാണി എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാൻ, നമ്മുടെ ഗ്രേവി നല്ല തിക്നെസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് നന്നായി അരച്ചെടുത്തതാണിത്. അതുകൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ നല്ല തിക്ക് ഗ്രേവി കിട്ടാനാണ് കേട്ടോ. ബാക്കി പച്ചപ്പട്ടാണി നമുക്ക് അതേപോലെ തന്നെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം, നമ്മുടെ കറിയിലിട്ട് കൊടുക്കാം. ഇനി വെള്ളം വേണമെന്നുള്ളവർക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി തിളച്ച് വരുന്ന സമയത്ത് നന്നായിട്ടൊന്ന് കുറുകി വരും. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഗ്രേവി ആയിട്ട്, നല്ല തിക്നെസ്സും നല്ല ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചപ്പാത്തിക്കായാലും പൂരിക്ക് അതുപോലെ പൊറോട്ട ആപ്പത്തിനൊക്കെ ആണെങ്കിലും നല്ല കറിയാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടിപൊളി ഗ്രേവി കറിയാണ്, നല്ല പച്ചപ്പട്ടാണി നല്ല ഗ്രേവി. അപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.